പ്രായം കൂടുതലായോ സ്വപ്നമൊന്നും ഇനി കാണാൻ പാടില്ലേ? അല്ലെങ്കിൽ കാണുന്ന സ്വപ്നങ്ങളൊന്നും നടക്കില്ലേ? ജീവിതത്തിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് 40 വയസ്സായിട്ടും വിജയം കൈവരിക്കാത്തത്? ഈ ചിന്തകളെല്ലാം നിങ്ങൾക്കുണ്ടോ? പ്രായം കൂടുന്തോറും സ്വപ്നങ്ങൾ നടക്കുമോ? ഓർ ഹൗ ടു അച്ചീവ് യുവർ ഗോൾസ് അറ്റ് എനി ഏജ്? നിങ്ങളുടെ ഏജ് എന്തുമാകട്ടെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നെത്തുമോ? നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, ലക്ഷ്യത്തിലേക്ക് നടന്നെത്താൻ പറ്റാതെ വിഷമിച്ച് തോറ്റുപോയവരാണോ? എങ്കിൽ ഇത് കേട്ടു നോക്കൂ. ജീവിതം മധ്യവയസ്സിലെത്തി, സ്വപ്നങ്ങളൊന്നും നടന്നില്ല. പലർക്കും പല സ്വപ്നങ്ങളാണല്ലേ. നല്ലൊരു ജോലി, വീട്. അതുപോലെ തന്നെ 40 വയസ്സിലും ചിലർക്ക് കല്യാണം കഴിക്കാൻ അതും പറ്റിയിട്ടില്ല. ജീവിതം സെറ്റിലായിട്ടില്ല. ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. പ്രായം സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല. പലപ്പോഴും നമ്മുടെ റിയാലിറ്റിയും സ്വപ്നങ്ങളുമായിട്ട് യാതൊരു തരത്തിലും മാച്ച് ചെയ്യില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും ജീവിതത്തിൽ തോറ്റുപോയ ഒരുപാട് പേരെ എനിക്കറിയാം. ഇനി നമ്മളൊരു ദിവസം തോറ്റു എന്ന് വിചാരിച്ച് പിന്നത്തെ ദിവസം ജയിക്കില്ല എന്നില്ല കേട്ടോ. ആ ഡ്രീം നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ഡ്രീം നടന്നില്ല എന്ന് വിചാരിക്കൂ, ആ ഡ്രീമിനെ അങ്ങോട്ട് വിട്ടുകളയൂ. പുതിയൊരു ഡ്രീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നിയിട്ടില്ലേ? അത് സത്യമാണല്ലേ പല സമയത്തും. കാരണം നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ 40 വയസ്സാവട്ടെ, 50 വയസ്സാവട്ടെ, 60 വയസ്സാവട്ടെ, 70 വയസ്സാവട്ടെ, 80 ആവട്ടെ ഓർ 90 ആവട്ടെ, വി മസ്റ്റ് ഡ്രീം സംതിങ്. ആ ഒരു ഡ്രീമാണ് നമുക്ക് ഊർജ്ജം നൽകുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഡ്രീം ഉണ്ടാവണം ഏത് വയസ്സിലും. 40-ലും 50-ലും മാത്രമല്ല, 20-ലും 30-ലും 10 വയസ്സിലും നമുക്കൊരു ഡ്രീം ഉണ്ടാവണം. അത് 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് കുട്ടി കുട്ടി ഡ്രീംസ് ആവും അല്ലേ. എനിക്കൊരു ഹെലികോപ്റ്ററിൻ്റെ ടോയ് വാങ്ങണം എന്നായിരിക്കും ചിലപ്പോൾ ഒരു 10 വയസ്സുള്ള മകൻ ചിന്തിക്കുന്നത്. ഇനി 10 വയസ്സിൽ നമ്മൾക്കുണ്ടായ ഡ്രീം ആവില്ല 20 വയസ്സിൽ, അതാവില്ല 40 വയസ്സിൽ. 20 വയസ്സിൽ നമ്മൾ ഹൈലി ഗ്രാജുവേറ്റ് ആവണം, അല്ലെങ്കിൽ ഹൈ മാർക്സോട് കൂടി ഗ്രാജുവേറ്റ് ആവണം എന്നായിരിക്കും. അതാവില്ല 40 വയസ്സിൽ. 40 വയസ്സിൽ നല്ലൊരു വീട് വയ്ക്കണം, സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ജോലിയിൽ ഇനിയും ഉയർച്ച നേടണം എന്നൊക്കെ ആയിരിക്കും. അതുമാവില്ല 50 വയസ്സിൽ. 50 വയസ്സിൽ നമ്മളുടെ ഡ്രീം ചിലപ്പോൾ ഹെൽത്ത് ഗോൾസ് ആയിരിക്കും. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നല്ല അസുഖങ്ങളൊന്നുമില്ലാത്ത, നല്ല അസുഖങ്ങളല്ല കേട്ടോ, അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ 10 ഇയേഴ്സിൽ നമ്മുടെ ഡ്രീംസ് മാറുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ ഡ്രീംസ് മാറുന്നുണ്ട്. ഒരു ദിവസം പോലും ഉഷാറില്ലാണ്ട് എണീക്കാൻ തോന്നരുത് നമുക്ക്. നല്ല ഉഷാറോട് കൂടി നമ്മൾ എണീക്കണം. നമ്മൾ ഒരു ദിവസം അലാറം സെറ്റ് ചെയ്യുന്നില്ലേ, നാളെ നമ്മൾ ഉണർന്ന് ഇന്ന കാര്യങ്ങൾ പ്രവർത്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ആ ഡ്രീമിനെ ടച്ച് ചെയ്യാൻ, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് ഒരു ചെറിയൊരു സ്പാർക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും. ആ ഒരു മോട്ടിവേഷൻ്റെ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡാർക്ക്നെസ്സിലും നമുക്കൊരു മെഴുകുതിരി വെളിച്ചമെങ്കിലും പടരാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഡ്രീംസിനൊന്നും ആരും ഏജ് നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്തു, അത് സെറ്റായില്ല, നമ്മൾ സക്സസ് ആയില്ല എങ്കിൽ അവിടെ നിന്നൊന്ന് മാറ്റി ചിന്തിക്കുക. സക്സസിൻ്റെ വഴി ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വേറൊരു സൈഡിലേക്കായിരിക്കാം. എത്ര എത്ര മഹാന്മാർ 50-ലും 60-ലും സക്സസ് ആയവരുണ്ടല്ലേ. ഞാൻ എടുത്തു പറയുന്നില്ല. ഓരോരുത്തരുടെ ലൈഫിലും സക്സസ്ഫുൾ ആവണതിന് ഓരോ ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നും ആരും നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ പാതകൾ, നിങ്ങളുടെ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ആ പാത ഒന്ന് മാറ്റി പിടിച്ചാൽ നിങ്ങളുടെ ഡ്രീംസ് വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ലെങ്കിൽ, ഡു ഇറ്റ് സ്മാർട്ട്ലി. സ്മാർട്ട് വർക്ക് ചെയ്യുക, അതിൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ക്വിക്ക് റിസൾട്ട് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ക്ഷമയോടെ കാത്തിരിക്കുക, വിജയം സുനിശ്ചിതമാണ് കേട്ടോ. നന്നായി പഠിച്ചു, ഓക്കെ, ജോലി കിട്ടിയില്ല, നിങ്ങൾ വിചാരിച്ച രീതിയിൽ എത്തിയില്ല എന്ന് വിചാരിച്ച് പഠിച്ച വർഷങ്ങളൊക്കെ നഷ്ടമായെന്ന് വിചാരിക്കണ്ട. അറിവ് ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അറിവ് എപ്പോഴും നമ്മൾക്കൊരു അസറ്റ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ അറിഞ്ഞു, നമ്മൾ അറിഞ്ഞത് പഠിച്ചത് ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ, മുത്തച്ഛന്മാർ, മുതുമുത്തച്ഛന്മാർ എത്രയോ അറിവുള്ളവരുണ്ടായിരുന്നു. അവർക്ക് പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും. എത്രയെത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യാനും, നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോഴും, നമ്മൾ ഓരോ
കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് നേടാൻ പറ്റും എന്ന് കൂടി ചിന്തിക്കാം. 40 വയസ്സായി വിഷമിക്കേണ്ട, 50 വയസ്സായി വിഷമിക്കേണ്ട, ഇനിയും ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് കെടാതെ നോക്കുക. നിങ്ങൾ മൈൻഡിൽ എപ്പോഴും ആ ഒരു സ്പാർക്ക് കീപ്പ് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം ആ ഒരു ഡൈവേർഷനിലേക്ക് തിരിക്കുക. ഡ്രീം ബിഗ് ആൻഡ് അച്ചീവ് ഇറ്റ് ആൻഡ് നെവർ സ്റ്റോപ്പ് ഡ്രീമിങ്. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നെവർ സ്റ്റോപ്പ് ഡ്രീമിങ്. ഒരിക്കലും സ്വപ്നങ്ങൾ കാണാതിരിക്കരുത്. നമ്മൾ ഒരു ദിവസം ഉറങ്ങുമ്പോൾ നന്ദിയോടുകൂടി ആ ദിവസത്തിന് നമുക്ക് കിട്ടിയ നന്മയെക്കുറിച്ച് ആലോചിച്ച് നന്ദിയോടുകൂടി ഓർത്തുറങ്ങാം. അതുപോലെ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ലൊരു ചിന്ത മനസ്സിൽ ഓർത്തു കൊണ്ടുവേണം എണീക്കാൻ. നെവർ സ്റ്റോപ്പ് ഡ്രീമിങ് അറ്റ് എനി ഏജ്. ഏത് പ്രായക്കാരാവട്ടെ, എന്നെ കേൾക്കുന്ന ഏത് പ്രായത്തിലുള്ളവരും ഒരു ദിവസം പോലും നല്ല സ്വപ്നങ്ങൾ കാണാതിരിക്കരുത്. റിയാലിറ്റി വേറെ ആയിരിക്കാം, നിങ്ങളുടെ ഡ്രീം വ്യത്യാസമായിരിക്കാം. എങ്കിലും പ്രായം കൂടിയെന്ന് വിചാരിച്ച് ഒരു സ്വപ്നവും ഉപേക്ഷിക്കേണ്ട. നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. പുതിയ പുതിയ ഡ്രീംസ് കാണുക. പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു വഴിയിലൂടെ പോയി രക്ഷപ്പെട്ടില്ല എങ്കിൽ വേറൊരു വഴിയിലൂടെ ടാപ്പ് ചെയ്യുക സക്സസിനെ. എന്നിട്ട് അവിടെ നിങ്ങൾ വിജയിക്കാം. അവിടെയായിരിക്കാം ചിലപ്പോൾ സക്സസ്. ഇനി പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു ഡ്രീം ഉണ്ടെങ്കിൽ പൊടി തട്ടിയെടുക്കുക. എല്ലാം പരിശ്രമിക്കുക. നെവർ സ്റ്റോപ്പ് ഡ്രീമിങ് അറ്റ് എനി ഏജ്. സക്സസ് വിൽ ഫോളോ യു.